നമുക്ക് ഒരു റോസ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ബേസിക് സ്റ്റിച്ചുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റോസ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനായിട്ട് കോട്ടൺ 4 പ്ലൈയുടെ ഒരു റെഡ് കളർ യാണ്, ഗ്രീൻ കളർ യാണ്, 2.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു ബാംബു സ്റ്റിക്കാണ്. ഈ ഒരു ബാംബു സ്റ്റിക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവറിന്റെ ബേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡ് കളർ യാണാണ് എടുക്കുന്നത്. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുന്നു. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം ആദ്യത്തെ റൗണ്ട് 49 ചെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എണ്ണി 49 ചെയിൻ ചെയ്തെടുക്കുക. നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. ഹുക്കിൽ നിന്നും തേർഡ് ലൂപ്പിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഒരു പ്രാവശ്യം ചുറ്റിയെടുത്ത ശേഷം ആ ഹോളിലേക്ക് ഇട്ടു, ഒന്ന് വലിച്ചെടുത്തു. 3 ലൂപ്സ് ഒന്നിച്ചാണ് നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കുന്നത്. അതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടി ചുറ്റിയെടുക്കുന്നു, ഹോളിലോട്ട് കയറ്റുന്നു, 3 ലൂപ്സിലൂടെ ഒന്നിച്ച് വലിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതുപോലെ 48 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ റോ 2. ഈ ബേസിക് സ്റ്റിച്ചുകളുടെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നന്നായി തറവാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോസൊക്കെ ഫോളോ ചെയ്യാം കേട്ടോ. റോ 2വിൻ്റെ ലാസ്റ്റ് കുറച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോ 2 കംപ്ലീറ്റ് ചെയ്തു. 48 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ചെയിൻ ഇടുക. റോ 3 ചെയ്യുന്നതിനായിട്ട് നമ്മൾ 2 ചെയിൻ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഓരോ ലൂപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ഒന്നിച്ച് ചെയ്യുക. ഒരു ലൂപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ശേഷം താഴത്തെ ഒരു ലൂപ്പ് സ്കിപ്പ് ചെയ്ത ശേഷം അടുത്ത ലൂപ്പിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 തേർഡ് ഡബിൾ ക്രോഷ്യ. സെയിം ലൂപ്പിൽ തന്നെയാണ് നമ്മൾ ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ശേഷം അടുത്ത ലൂപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൂപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഈ ഒരു റോ ഫുള്ള് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓരോ ലൂപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം ഇട്ട ശേഷം അടുത്ത ലൂപ്പ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ലൂപ്പിലാണ് അടുത്ത 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുന്നത്. ഇങ്ങനെ ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ വീതം ഓരോ ലൂപ്പിലും ഇട്ട് കൊടുക്കുക. ഒന്ന് സ്കിപ്പ് ചെയ്തു. ലാസ്റ്റ് ലൂപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓരോ ലൂപ്പിലും 3 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ തേർഡ് റോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റത്തെ 2 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്ത് കഴിഞ്ഞു. തേർഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഫോർത്ത് റോ ചെയ്യുന്നതിനായിട്ട് 2 ചെയിൻ മുകളിലേക്ക് ഇടുക. നെക്സ്റ്റ് ലൂപ്പിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ലൂപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ഒന്നിച്ച്, അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 ഡബിൾ ക്രോഷ്യ ഒന്നിച്ച് ഒരു ലൂപ്പിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അടുത്ത ലൂപ്പിൽ 1 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ ഇടുക. നെക്സ്റ്റ് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. നമ്മൾ റോസിൻ്റെ ഒരു പെറ്റലാണ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഫുള്ള് റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ടാമത്തെ ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അതായത് 2 ഡബിൾ ക്രോഷ്യ സെയിം ഹോളിൽ ചെയ്യുക. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡബിൾ ക്രോഷ്യ, ശേഷം ഒരു ചെയിൻ ഇടുക. അടുത്ത ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ലൂപ്പിൽ 2 ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ച് തന്നെയാണ്, സെയിം ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, then 1 ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ച് അടുത്ത സ്റ്റിച്ചിൽ. നമ്മൾ 3 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു റോ ഫുള്ള് ചെയ്തെടുക്കുക. ലാസ്റ്റ് ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ 4th റോയും കംപ്ലീറ്റ് ആയി. ഇതോടെ നമ്മൾ ഫ്ലവറിൻ്റെ പാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇങ്ങനെ വളഞ്ഞൊക്കെ കിട്ടും കേട്ടോ, സാരമില്ല. ഒരു ചെയിൻ ചെയ്ത ശേഷം നമ്മൾ ആ യാർഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് യാണൊന്ന് വലിച്ചെടുത്ത് അതൊന്ന് സെക്യൂർ ആക്കി വെക്കുക. പെറ്റലിൻ്റെ നല്ല വശം നോക്കി, അതായത് തുന്നുന്നതിന് നല്ല നീറ്റായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഉള്ളിലോട്ട് മടക്കി എടുക്കുന്നത്. ഇതിങ്ങനെ മടക്കി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ ആ ഫ്ലവറിൻ്റെ രൂപം ഒന്ന് കാണാൻ വേണ്ടി ചെയ്തതാണ്. ഗം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. നമ്മുടെ ഫ്ലവറിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ അടിയിൽ സെപ്പൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗ്രീൻ കളർ യാണ് എടുക്കുന്നു. ഒരു മാജിക് റിങ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ വിരലുകളിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് ചുറ്റി, ഒരു ഭാഗത്ത് നമുക്ക് ക്രോസ് ആയിട്ടും മറ്റു ഭാഗം പാരലൽ ലൈനായിട്ടാണ് കിട്ടുക. അപ്പോൾ പാരലൽ ലൈൻസിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഹുക്ക് കയറ്റി വിടുന്നത്. ഒന്നുകൂടി കാണിക്കാം. ഒരു ക്രോസ് ലൈൻ ഇടുന്നു, പാരലൽ ലൈൻസിൻ്റെ ഇടയുടെ ഹുക്ക് എടുത്ത ശേഷം യാണൊന്ന് ഗ്രാബ് ചെയ്തെടുത്ത് ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ലോങ് ടെയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വലിച്ച് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ വിരലിൽ നിന്ന് ദൂരെ എടുത്ത ശേഷം ആ റിങ് ഒന്ന് ചെറുതാക്കി, ഈ ഒരു റിങ്ങിലേക്ക് നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നു. 1
2 3 4 5 6 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ റിങ് ഒന്ന് നന്നായി വലിച്ച് ക്ലോസ് ചെയ്തെടുക്കുക. ശേഷം ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുക. സെയിമാണ് തന്നെ ഒന്നുകൂടി ഗ്രാബ് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി. നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് പാർട്ടാണ്. 6 ചെയിൻ ആദ്യം ഇട്ട് കൊടുക്കുക. 6 ചെയിൻ ഇട്ട ശേഷം ഹുക്കിൽ നിന്നും തേർഡ് ലൂപ്പിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 6 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണമായി, ഇനി 5 കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എടുക്കണം. 6 ചെയിൻ ഇടുക. ഹുക്കിൽ നിന്നും തേർഡ് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്യുക നെക്സ്റ്റ് സ്റ്റിച്ചിൽ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് വണ്ണുമായിട്ട് അത് അറ്റാച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ 5 സെപ്പൽസ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6th സെപ്പലാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ 6 ചെയിൻ ചെയ്യുക. ഹുക്കിൽ നിന്നും തേർഡ് ലൂപ്പിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ അവസാനത്തെ 2 ചെയിനിൽ ചെയ്യാം. റൗണ്ട് 1ലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അറ്റാച്ച് ചെയ്യുക. ഒരു ചെയിൻ കൂടി ചെയ്ത് സെക്യൂർ ആക്കിയ ശേഷം ഞാൻ കട്ട് ചെയ്ത് വലിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ സെപ്പൽ റെഡി ആയിട്ടുണ്ട്.
ടെയിൽ എൻഡ്സ് രണ്ടും കൂടി ഒന്ന് കെട്ടി കൊടുക്കുക. നമുക്ക് ഫ്ലവർ ബാംബൂ സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ടെയിൽ എൻഡ്സ് രണ്ടും കൂടി ഫ്ലവറിൻ്റെതും ഇതുപോലെ കെട്ടി ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കുക. അത് മുറിച്ച് കളയണമെന്നില്ല. ശേഷം നമുക്കിത് ഒട്ടിക്കാനായിട്ട് ഒന്നെങ്കിൽ B7000 എന്ന് പറഞ്ഞ ഗം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ബാംബൂ സ്റ്റിക്കിൻ്റെ ഷാർപ്പ് എഡ്ജ് ആ ഗ്ലൂവിലേക്ക് പോകുന്ന രീതിയിൽ അതൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ആ ബേസ് ഒരുപോലെ വരുന്ന രീതിയിൽ വേണം നമ്മളത് ഒട്ടിക്കാനായിട്ട്. കുറച്ചുകൂടി ഹോട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ബാംബൂ സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ച് ചുറ്റിയെടുക്കുക. ഹോട്ട് ഗ്ലൂ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈയൊക്കെ പൊള്ളിപ്പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ, നല്ല ചൂടായിരിക്കും. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ കറക്റ്റ് ആ ബേസ് കറക്റ്റ് വരുന്ന രീതിയിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. വീണ്ടും പശ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ചുറ്റിയെടുക്കുക. വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട, എന്നാൽ തീരെ ലൂസായി പോകാനും പാടില്ല. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ടെയിൽ എൻഡ്സ് നമ്മൾ ആ ബാംബൂ സ്റ്റിക്കിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക, ബേസിൽ തന്നെ ചുറ്റി കൊടുക്കുക. ഈ സെപ്പിൽ ഒന്ന് മൂടിക്കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്ത് പൊക്കോളും. നമ്മളത് വേറെ ഹൈഡ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം അതങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ സെപ്പൽ നല്ല വശം ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ബാംബൂ സ്റ്റിക്ക് മാജിക് റിങ്ങിൻ്റെ ഹോളിൽ കൂടി ചെറിയൊരു ഹോള് ഇടുന്നത് നല്ലതാണ്, ഇല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ ഇതങ്ങ് കയറി വന്നോളും. കയറി വരിക. അതുപോലെ എക്സസ് ആയിട്ടുള്ള ആ യാണുകളൊക്കെ ഒന്നെങ്കിൽ മുറിച്ച് കളയുക, ആ ടെയിൽസൊക്കെ ഇങ്ങനെ മുറിച്ച് കളയുക. ഇതൊന്നും നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പശ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് താനെ മറഞ്ഞ് പൊക്കോളും. നമ്മൾ ഹോട്ട് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഹോട്ട് ഗ്ലൂ ഫ്ലവറിൽ താഴെയായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ആ സെപ്പിൽ താഴേക്ക് അമർത്തി വയ്ക്കുക. ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ ആ ടെയിൽ എൻഡ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ 6 സ്റ്റെപ്പിലും നമ്മൾ സെപ്പറേറ്റ് ഒട്ടിച്ചു കൊടുക്കുക, ഫ്ലവറിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ വയ്ക്കുക. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിലും സെപ്പറേറ്റ് ഇതുപോലെ കുറച്ച് പശ തേച്ച് ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
ആ ബാംബൂ സ്റ്റിക്ക് നമ്മൾ ഗ്രീൻ കളർ യാണ് വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി ഹൈഡ് ചെയ്തെടുക്കുക. ബാംബൂ സ്റ്റിക്ക് നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഈ ഗ്രീൻ കളർ യാണ് ചുറ്റിയെടുത്ത ശേഷം എൻ പാർട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റോസ് ഫ്ലവർ ഉപയോഗിച്ച് നമുക്കൊരു ബൊക്കെയോ ഫ്ലവർ വേസോ എന്ത് വേണേലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.